ഇങ്ങനെ ഏതെല്ലാം കാലഘട്ടങ്ങളിലൂടെ, യുഗാന്തരങ്ങളിലൂടെ, ദശാസന്ധികളിലൂടെ അള്ളാഹുവിന്റെ അമ്പിയാക്കളും റസൂലുകളും കടന്നു വന്നിട്ടുണ്ടോ അവരെല്ലാവരും ഈ ഒരു ആദർശമായിരുന്നു ജനങ്ങളുടെ മുമ്പിൽ ആദ്യമായി സമർപ്പിച്ചത്. ഒരു പ്രവാചകനും തൗഹീദ് പറയാതെ പോയിട്ടില്ല. ലൂത്ത് നബി അലൈഹിസ്സലാം തൗഹീദ് പറഞ്ഞിട്ടുണ്ടോ? ശുഐബ് നബി അലൈഹിസ്സലാം തൗഹീദ് പറഞ്ഞിട്ടുണ്ടോ? അവരൊന്നും തൗഹീദ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എല്ലാ കാലഘട്ടത്തിലും തൗഹീദ് പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് അച്ചടിച്ചു വിടുകയും വാദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ നമുക്കിടയിലുണ്ട് എന്നതൊരു സത്യമാണ്. തൗഹീദിന്റെ പ്രാധാന്യത്തെ ചെറുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രൂപത്തിലുള്ള ഖുർആനിന്റെ ദുർവ്യാഖ്യാനങ്ങളൊക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഇന്റർനെറ്റിന്റെ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് തൗഹീദിന്റെ പ്രബോധനമല്ല, ഒട്ടേറെ ജീർണതകൾ സമൂഹത്തിൽ ഉണ്ടായിരിക്കുമ്പോ അതിനെതിരെയാണ് ശബ്ദിക്കേണ്ടത്. നമ്മുടെ ദഅവത്തിന്റെ ശൈലി കാലികമായി പരിഷ്കരിക്കേണ്ടതുണ്ട് എന്നുള്ള രൂപത്തിലുള്ള തലതിരിഞ്ഞ വാദങ്ങളൊക്കെ മുസ്ലിങ്ങൾക്കിടയിൽ പലപ്പോഴും ഉയർന്നു കേൾക്കാറുണ്ട്. അതിനെക്കുറിച്ച് വളരെ കൃത്യമായി തന്നെ ഒരു ധാരണയും അറിവും നമുക്കുണ്ടായിരിക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഖുർആനിന്റെ 21-ാം അധ്യായം അംബിയായിലെ 25-ാമത്തെ വചനത്തിലൂടെ എല്ലാ പ്രവാചകന്മാരും തൗഹീദ് പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം അല്ലാഹു വ്യക്തമാക്കുകയാണ്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. പ്രവാചകത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് അവസാനത്തെ ദൂതനായ, കടന്നെത്തിയ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അള്ളാഹു പറയുന്നത്, നിനക്ക് മുമ്പ് ഏതെല്ലാം പ്രവാചകന്മാരെ ഈ ലോകത്തിലേക്ക് ഞാൻ നിയോഗിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം ഈ ആദർശം ഞാൻ വഹിയായി നൽകിയിട്ടുണ്ട്. ഇത് പറയാത്ത ഒരു പ്രവാചകനും ഈ ലോകത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. ഖുർആനിന്റെ 16-ാം അധ്യായം സൂറത്തു നഹലിലെ 36-ാമത്തെ വചനത്തിലൂടെ ഇതേ കാര്യം അല്ലാഹു ഒന്നുകൂടി ആവർത്തിക്കുന്നു. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. എല്ലാ ഉമ്മത്തിലേക്കും ഞാൻ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും ദുർമൂർത്തികളെ വെടിയണമെന്നും കൽപ്പിച്ചുകൊണ്ടായിരുന്നു എല്ലാ സമുദായങ്ങളിലേക്കും ഞാൻ പ്രവാചകന്മാരെ നിയോഗിച്ചത്. എല്ലാ പ്രവാചകന്മാരും ഇത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഏത് മതഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനവും ഏകദൈവ സിദ്ധാന്തമാണ്. അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അല്ലാഹുവിനെ മാത്രം നേർച്ച നേരണം, അല്ലാഹുവിന് മാത്രം ബലി കൊടുക്കണം, ഇസ്തിഗാസ അല്ലാഹുവിനോട് മാത്രം ചെയ്യണം. ഇതേ ഒരു തത്വം, ഇതേ ഒരു ആദർശം, ഇതേ ഒരു ആശയം ഏത് മതങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. നമ്മളെ ഇന്ത്യയിലുണ്ടായി എന്ന് പറയപ്പെടുന്ന ഹൈന്ദവ മതത്തിൽ പോലും ഏകനായ സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന പരാമർശങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് യാദൃശ്ചികമായി സംഭവിക്കുന്നതാണ് എന്ന് നമ്മൾ ആരും തെറ്റിദ്ധരിച്ചു പോകേണ്ടതില്ല. ഹിന്ദുമതം എന്നൊരു മതം ഉണ്ടോ ഇല്ലേ എന്നത് മറ്റൊരു ചർച്ചയാണ്. എന്താണെങ്കിലും ശരി, ഹൈന്ദവ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളായി അംഗീകരിക്കപ്പെടുന്ന ചതുർവേദങ്ങൾ, ഋഗ്വേദം, യജുർവേദം, അഥർവവേദം, സാമവേദം, ഇതിൽ ഏറ്റവും പൗരാണികമായി കണക്കാക്കപ്പെടുന്ന വേദം ഋഗ്വേദമാണ്. ആ ഋഗ്വേദത്തിലെ 10-ാം മണ്ഡലത്തിൽ ഹിരണ്യഗർഭ സൂക്തം എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ സൂക്തം തന്നെയുണ്ട്. ഹിരണ്യഗർഭ സമവർത്തതാഗ്രേ ഭൂതസ്യജാത പരിദേക ആസിത് സദാധാര പൃഥിവീൻ ദ്യാമുത്തേമാം കസ്മൈദാവായ ഹവീഷ വിദേമ.
ഹിരണ്യഗർഭനെ കുറിച്ച് ഞാൻ ആ വിശദീകരണത്തിലേക്ക് കടന്നു പോകുന്നില്ല, സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. ഹിരണ്യഗർഭനാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. സ്വർഗവും നരകവും സ്ഥാപിച്ചത് ഹിരണ്യഗർഭൻ തന്നെയാണ്. അതുകൊണ്ട് എല്ലാ ഹവിസ്സുകളും എല്ലാ ആരാധനാ കർമ്മങ്ങളും എല്ലാവിധ ഉപാസനകളും സമർപ്പിക്കേണ്ടത് ഹിരണ്യഗർഭന് മാത്രമായിരിക്കണം. പിന്നീട് പുരാണങ്ങളോടനുബന്ധമായി കടന്നു വരുന്ന 108ഓളം ഉപനിഷത്തുക്കളുണ്ട്. അതിലേറ്റവും ആധികാരികമെന്ന് അവകാശപ്പെടുന്ന ഈശോവാസ്യോപനിഷത്തിൽ അതിന്റെ 21ാമത്തെ സൂക്തമായി നമ്മൾ വായിക്കുന്നു, നശ്വരങ്ങളായ ദേവപിതൃ മാനവാദികളെ ഉപാസിക്കുന്നവർ അന്ധമായ വഴികേടിലാണ്. അന്തന്തമ പ്രവിശന്തിയെ സമ്പൂതിയും ഉപാസതേ തതോഭൂയ ഇവതേ തമോ യൗ സമ്പൂത്യാമ്രത. അവരെല്ലാവരും വലാലത്തിലാണ്, ദുർമാർഗത്തിലാണ്, തൗഹീദിന്റെ മാർഗത്തിൽ വ്യതിയാനം സംഭവിച്ചവരാണ്. പിന്നീട് ഇങ്ങനെയുള്ള ഒട്ടേറെ സൂക്തങ്ങളും ഉദ്ധരണികളും ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ പോലും കാണപ്പെടുന്നതിന്റെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രത്തോളം പ്രാധാന്യത്തോടുകൂടി എല്ലാ പ്രവാചകന്മാരും ഇത് പ്രബോധനം ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്. അത്രത്തോളം ഒരു മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യമായി പരിഗണിക്കപ്പെടുന്ന വിഷയം, പരലോകത്തിൽ ഒരാൾ സ്വർഗത്തിലേക്ക് പോകണോ നരകത്തിലേക്ക് പോകണോ എന്ന് തീരുമാനിക്കപ്പെടുന്ന വിഷയം. അതോടൊപ്പം തന്നെ ക്രൈസ്തവ മതത്തിലും അത് പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും വിശുദ്ധ ഖുർആനിനോട് തുല്യമായി വരുന്ന അതേ ആദർശത്തിൽ സംസാരിക്കുന്ന വാക്യങ്ങൾ. മൂസാ നബി അലൈഹിസ്സലാമിന് മോശയ്ക്ക് കൊടുത്തിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന 10 കൽപ്പനകൾ, ആ കൽപ്പനകളിലൊക്കെ ഏകദൈവ സിദ്ധാന്തത്തെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. എത്രത്തോളം? ആവർത്തന പുസ്തകത്തിൽ 20ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ഞാനല്ലാതെ മറ്റു ദേവന്മാർ നിനക്കുണ്ടാകരുത്, ആരുടെയും പ്രതിമയോ സ്വരൂപമോ നിർമ്മിക്കരുത്, ആകാശത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ വെള്ളത്തിലോ ഉള്ള യാതൊന്നിന്റെയും പ്രതിമകൾ നിർമ്മിക്കാൻ പാടില്ല. ഈ രൂപത്തിലുള്ള ഏകദൈവ സിദ്ധാന്തത്തിന്റെ പരാമർശങ്ങൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നാലും 4 സുവിശേഷങ്ങളിൽ പ്രധാനപ്പെട്ട സുവിശേഷം മത്തായിയുടെ സുവിശേഷത്തിലെ 4ാം അധ്യായത്തിലെ 10ാമത്തെ വചനത്തിലും 7ാം അധ്യായത്തിലും അതോടൊപ്പം തന്നെ മാർക്കോസിന്റെ സുവിശേഷത്തിലെ 12ാം അധ്യായത്തിലെ 29, 30 വചനങ്ങളിലും ഇതേ സിദ്ധാന്തമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏകനായ ദൈവത്തെ മാത്രം ആരാധിക്കണം, സൃഷ്ടാവും സംരക്ഷകനും നിയന്താവും ഉടമസ്ഥനുമായ ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. എന്നാൽ ഈ വിഷയത്തിൽ എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച മനുഷ്യ ജീവിതത്തിന്റെ മോക്ഷത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യമായ ഈ തൗഹീദിൽ പിന്നീട് വ്യതിയാനം കടന്നു വന്നു, വ്യതിയാനമുണ്ടായി. അത് ചരിത്രത്തിൽ എന്നും ഉണ്ടായിട്ടുള്ള ഒരു തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് എന്ന് വേണം പറയാൻ. ഏകദൈവ സിദ്ധാന്തത്തിൽ നിന്നും ജനങ്ങൾ വ്യതിചലിച്ചത് നോഹ് നബി അലൈഹിസ്സലാം കടന്നു വരുന്നതോടു കൂടിയിട്ടാണ്. ആദം നബി അലൈഹിസ്സലാമിന് ശേഷം 10 നൂറ്റാണ്ട് തലമുറകൾ, 10 നൂറ്റാണ്ടിലെ ആളുകൾ യഥാർത്ഥമായ തൗഹീദിലായിരുന്നു, യഥാർത്ഥമായ ശരീഅത്തിലായിരുന്നു ജീവിച്ചിരുന്നത് എന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ചിരിക്കുന്ന റിവായത്തിൽ നമ്മൾ വായിക്കുകയാണ്. ആദം നബി അലൈഹിസ്സലാമിന് ശേഷം 10 നൂറ്റാണ്ടുകൾ ഈ ഏകദൈവ സിദ്ധാന്തത്തിൽ തന്നെയായിരുന്നു നിലനിന്നിരുന്നത്. അതിനുശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ ആ സമൂഹത്തിൽ നല്ലവരായ ചില ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു. വദ്, സുവാഇ, യഊസ്, യഊഖ്, നസ്ർ തുടങ്ങിയ ചില ആളുകൾ ആ സമൂഹത്തിലെ വളരെ തഖ്വയും സൂക്ഷ്മതാബോധവും നല്ല മുത്തഖീങ്ങളായി ജീവിച്ചിരുന്ന ആളുകളായിരുന്നു ഈ വ്യക്തികൾ, ഈ എണ്ണപ്പെട്ട വ്യക്തികൾ. അവർ മരണപ്പെട്ടു. ആളുകൾക്ക് വല്ലാത്ത സ്നേഹമുണ്ടായിരുന്നു അവരോട്. മരണപ്പെട്ട സമയത്ത് പിശാച് ആ സമുദായത്തിലുള്ളവർക്ക് ദുർബോധനം നൽകുകയാണ്. അവരിരുന്നിരുന്ന സദസ്സുകളിൽ അവരുടെ ഓർമ്മക്ക് വേണ്ടി നിങ്ങൾ അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കണം, അവരുടെ പ്രതിമകൾ സ്ഥാപിക്കണം,
വദ്ദും സുവാഉം യഊസും യഊക്കും നസ്റും ഇരിക്കാറുണ്ടായിരുന്ന അവരുടെ സദസ്സുകളിൽ മജ്ലിസ്